ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 29 സെപ്റ്റംബർ 2021 ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് 10% പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു. ക്ലോസിംഗ് ബേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ 8.14% പ്രൈസ് ഹൈക്കാണ് കാണാൻ സാധിച്ചത്. അതായത് ഇന്ന് മാർക്കറ്റിൽ നമ്മൾക്കൊരു ബിയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചെങ്കിലും ടാറ്റ പവർ എന്ന സ്റ്റോക്കിലും എനർജി സെക്ടറിലെ മറ്റു പല സ്റ്റോക്കുകളിലും വളരെ വലിയ ഒരു പോസിറ്റീവ് മൊമെൻറ്റമാണ് കാണാൻ സാധിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ ഈ സ്റ്റോക്കിൽ വന്ന ഇത്രയും വലിയ ഒരു മൊമെൻറ്റത്തിൻ്റെ പിന്നിലെ കാരണങ്ങളും സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആൾറെഡി ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റുകൾ നമ്മൾ കവർ ചെയ്തു. കൂടാതെ ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്ന അട്രാക്റ്റീവ് ചാർട്ട് പാറ്റേണിനെ കുറിച്ചും അതിൻ്റെ ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. എന്നിരുന്നാലും ഇന്ന് നമ്മൾക്ക് ഈ സെക്ടറുമായി ബന്ധപ്പെട്ട ചില പോസിറ്റീവ് ന്യൂസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും ഇൻട്രാഡേ, സ്വിംഗ്, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST എന്നിവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പും അതുപോലെ തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ മാത്രമല്ല പവർ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളിലും മികച്ച പെർഫോമൻസ് നമ്മൾ കാണാൻ സാധിച്ചു. അത് NTPC എന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും പവർ ഗ്രിഡ് എന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ എല്ലാം നമ്മൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് കാണാൻ സാധിച്ചു. ഇന്ന് രാവിലത്തെ ഡെയിലി മോർണിംഗ് അപ്ഡേറ്റ്സിൽ തന്നെ NTPCയെക്കുറിച്ചും അതുപോലെ തന്നെ കോൾ ഇന്ത്യയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. ഇനി പവർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇത്രയും വലിയൊരു മൊമെൻറ്റം വരാനുള്ള കാരണം പവറിൻ്റെ ഡിമാൻഡ് കൂടിയത് തന്നെയാണ്. അതായത് ഗ്ലോബൽ എനർജി ഷോർട്ടേജിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് പവർ ഡിമാൻഡ് കൂടിയത്. ഇതിൻ്റെ ഫലമായിട്ടാണ് പവർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വളരെ വലിയ മൊമെൻറ്റം വന്നത്. ഗ്ലോബൽ എനർജി ഷോർട്ടേജ് ഏറ്റവും അധികം അനുഭവപ്പെടുന്നത് ചൈനയിൽ തന്നെയാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ചൈനയിൽ റിയൽ എസ്റ്റേറ്റ് ക്രൈസിസ് ഉണ്ടായിരുന്നു. അത് ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നുള്ള ഫാക്റ്റ് നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ ചൈന നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പവർ ഷോർട്ടേജ് തന്നെയാണ്. അതായത് കൽക്കരിയുടെ സപ്ലൈ കുറഞ്ഞതും കൂടാതെ എമിഷൻ സ്റ്റാൻഡേർഡ് ടഫ് ചെയ്തതും മൂലം ചൈനയുടെ പവർ പ്ലാന്റുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കൽക്കരി അല്ലെങ്കിൽ തെർമൽ എനർജി ലഭിക്കുന്നില്ല. ഇതുമൂലം ചൈനയുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റിഫോം കമ്മീഷൻ ലോക്കൽ ഗവൺമെൻറ്റിനോട് തെർമൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുമായിട്ടോ അല്ലെങ്കിൽ കോൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുമായിട്ടൊക്കെ ലോങ് ടൈം മിഡ് ടൈം കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള പെർമിഷൻ നൽകിയിട്ടുണ്ട്. ഇത് പവർ സെക്ടറിലെ കമ്പനികൾക്ക് മുന്നിലുള്ള വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് പവർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇത്രയും വലിയൊരു മൊമെൻറ്റം കാണുന്നത്. ഇനി IIFL എന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏജൻസിയുടെ വൈസ് പ്രസിഡൻ്റായ ഹർഷവർദ്ധൻ ദോലെ CNBC TV18 നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നത് പവർ സെക്ടറിലെ സ്റ്റോക്കിൽ ഇത്രയും വലിയ റാലി ഉണ്ടായതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തേത് ഗ്ലോബലി കോളിൻ്റെ ഡിമാൻഡ് കൂടിയതുകൊണ്ട് കൽക്കരിയുടെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കൽക്കരിയുടെ പ്രൈസ് വർദ്ധിച്ചിട്ടും ഇന്ത്യൻ പവർ സെക്ടർ കമ്പനികളെല്ലാം ഒരു ഫിക്സഡ് പ്രോഫിറ്റിൽ തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനികളുടെ ഔട്ട്പുട്ട് പ്രോഡക്റ്റിൻ്റെ വില വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. അതായത് കൽക്കരിയുടെ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന വേരിയേഷൻസ് ഈ കമ്പനിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നില്ല. ഇതുമൂലം പവർ സെക്ടറിലെ കമ്പനികൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു. അതുകൂടാതെ രണ്ടാമത്തെ റീസണായി പറയുന്നത് പവർ സെക്ടറിൽ വന്നിരിക്കുന്ന മാക്രോ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും പവർ സെക്ടറിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെൻറ് ഇത്രയും നാൾ മെൻഡേറ്ററിയായി നടത്തിക്കൊണ്ടിരുന്ന ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ് ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ്. അതായത് ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൽ നമ്മൾ ബയറും സെല്ലറും കൂടാതെ ബാങ്കും ലീഗൽ ഡോക്യുമെൻറ്റ്സിൽ ഏർപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സെക്ടറിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇതും ഈ സെക്ടറിൽ നല്ല രീതിയിലുള്ളൊരു ബൂം ഉണ്ടായതിൻ്റെ പിന്നിലെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി എസ്പെഷ്യലി നമ്മൾ ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യേണ്ടതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. കമ്പനി തെർമൽ എനർജിയിൽ നിന്നും ഗ്രീൻ എനർജി സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം അഗ്രസീവ് ആയിട്ടുള്ള ബിസിനസ് പോർട്ട്ഫോളിയോയാണ് കാണാൻ സാധിക്കുന്നത്. അത് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ കാര്യത്തിലായാലും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യത്തിലായാലും സ്മാർട്ട് മീറ്ററിങ്ങിൻ്റെ കാര്യത്തിലായാലും മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിലും കാണാത്ത രീതിയിലുള്ള അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷൻ നമ്മൾക്ക് ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടാറ്റ പവർ എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇത് കൂടാതെ പവർ സെക്ടറിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലെ സ്റ്റോക്കുകൾ, അതായത് പവർ ഗ്രിഡ് പോലുള്ള കമ്പനികൾ. പവർ തെർമൽ എനർജി വഴിയോ ഗ്രീൻ എനർജി വഴിയോ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും പവറിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടി സെൻട്രിക് ഡിസ്ട്രിബ്യൂഷനുള്ള കമ്പനികൾ വളരെ അത്യാവശ്യമാണ്. വരും സമയങ്ങളിൽ ഈ കമ്പനികളും വളരെ നന്നായി പെർഫോം ചെയ്യും എന്നാണ് IIFLൻ്റെ വൈസ് പ്രസിഡന്റ് പറയുന്നത്. എസ്പെഷ്യലി ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം, അതായത് ടാറ്റ TPRL എന്ന കമ്പനിയെക്കുറിച്ചും ഈ കമ്പനിയുടെ ലിസ്റ്റിങ്ങിനെ കുറിച്ചും ടാറ്റയുടെ റിന്യൂവൽ പ്ലാനിനെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ബൃഹത്തായി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ ഫാക്ടറിലോട്ടൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഔട്ട്ലുക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ CEO തന്നെ പറയുന്നത് ഈ കമ്പനി റിന്യൂവബിൾ സെക്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അതായത് കൃത്യമായ ചില പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 2040 ഈ കമ്പനി നെറ്റ് സീറോ കാർബൺ കമ്പനിയായി മാറും. അതോടൊപ്പം തന്നെ 2041 കമ്പനി കോളിൽ നിന്നുള്ള പവർ ജനറേഷൻ നിർത്തിവെക്കും. കൂടാതെ കമ്പനി നോൺ കാർബൺ ജനറേഷനിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, എസ്പെഷ്യലി സോളാർ പോലുള്ള സെക്ടറുകളിലേക്ക്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ഫെസിലിറ്റി സിറ്റികളിലേക്കും ഇൻ്റർസിറ്റികളിലേക്കും വ്യാപിപ്പിക്കാൻ ടാറ്റ പവർ തയ്യാറെടുത്തു കഴിഞ്ഞു. കൂടാതെ ഈ കമ്പനിയുടെ ജിയോഗ്രഫിക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അതായത് നമ്മളുടെ കൊച്ചിൻ എയർപോർട്ട് മുതൽ ലഡാക്കിലെ ബാറ്ററി എനർജി സ്റ്റോറേജ് വരെയുള്ള പ്രോജക്റ്റുകൾ ടാറ്റ പവർ എന്ന കമ്പനി അക്വിസിഷൻ ചെയ്തിരിക്കുകയാണ്. ഓവറോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ മൊമെൻറ്റം വന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിയുടെ അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷൻ പോളിസി തന്നെയാണ്. ടാറ്റ പവർ എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൽ ഏകദേശം 8% പ്രൈസ് ഹൈക്ക് ഉണ്ടായി. അതിൻ്റെ പിൻബലത്തിൽ സ്റ്റോക്കിൻ്റെ RSI ഓവർബോട്ട് സോണിലെത്തി കഴിഞ്ഞു. അതായത് RSI 70 എന്ന ലെവലിന് മുകളിലാണ്. സ്റ്റോക്കിലെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നമ്മൾ ഏകദേശം 90 രൂപ എന്ന ലെവൽ മുതൽ ട്രാക്ക് ചെയ്തു വരുന്ന സ്റ്റോക്കാണ്. അതായത് സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്ത മുതൽ തന്നെ ടെക്നിക്കലിയും അതുപോലെ തന്നെ ബിസിനസ് മോഡൽ പോയിൻ്റ് ഓഫ് വ്യൂവും ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്തു വരുന്നുണ്ട്. ഇനി ടാറ്റ പവർ എന്ന സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു റാലി കാണാൻ സാധിക്കും. റാലിക്ക് ശേഷം ലെവൽ റീടെസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ഈ സ്റ്റോക്കിൽ റാലി, ആ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേണാണ് സ്റ്റോക്ക് എപ്പോഴും നൽകുന്നത്. അതായത് കണ്ടിന്യൂസ് അപ്സൈഡ് റാലിക്ക് പകരം ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ട്രേഡേഴ്സിനും നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകിക്കൊണ്ടുള്ള മൂവ്മെൻറ്റാണ് പലപ്പോഴും ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ടാറ്റ പവർ എന്ന സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ ലെവൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 150 രൂപ എന്ന ലെവലിൽ അവൈലബിൾ ആണ്. ഇവിടെ ടാറ്റ പവർ എന്ന സ്റ്റോക്കിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ്, ഈ സ്റ്റോക്കിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് 160 രൂപ എന്ന ലെവലാണ്. അതായത് 2008 ടാറ്റ പവർ എന്ന സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 2008 ഈ സ്റ്റോക്ക് 160 രൂപ എന്ന ലെവലിൽ നിന്നും കറക്റ്റായി സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു കറക്ഷൻ വരികയും 100 രൂപ എന്ന ലെവലിന് താഴെ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾക്ക് പവർ സെക്ടറിൽ വളരെ വലിയ ഡിമാൻഡ് വരികയും കൂടാതെ കമ്പനി അതിൻ്റെ ബിസിനസ് മോഡലിലും കമ്പനിയുടെ അപ്രോച്ചിലും വളരെ അഗ്രസീവായിട്ടുള്ള മാറ്റം വരുത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് വൺ സൈഡഡ് റാലി കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിലും മിഡ് ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഈ സ്റ്റോക്ക് വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് നൽകിയത്. എന്നാൽ ലോങ് ടൈം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പവർ സെക്ടർ ഒരു സൈക്ലിക് സെക്ടർ തന്നെയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ടാറ്റ പവർ എന്ന സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് സീനറിയോയിൽ നമ്മൾക്കൊരിക്കലും ബൈയിങ് അത്ര അനുയോജ്യമല്ല. കാരണം 160 എന്ന ലെവൽ കമ്പനിയുടെ 2008 റെസിസ്റ്റൻസ് ലെവലാണ്. 2008 ശേഷം ഈ സ്റ്റോക്ക് 160 രൂപ എന്ന ലെവൽ ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 160, 165 എന്ന പ്രൈസ് റേഞ്ചിൽ വളരെ വലിയൊരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റോക്കിൽ റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ 160 രൂപ എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഫ്രഷ് പൊസിഷൻ എടുക്കുന്നതായിരിക്കും ഉചിതം. അതല്ല ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാമത്തെ ലെവൽ സ്റ്റോക്കിൻ്റെ 100 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 130 രൂപ എന്ന ലെവൽ തന്നെയാണ്. കാരണം ഈ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 120 രൂപ, 125 രൂപ, അതുപോലെ തന്നെ 135, 145 തുടങ്ങിയ ലെവലുകളിലെല്ലാം സപ്പോർട്ട് എടുത്ത സ്റ്റോക്കാണ്. 140, 145 ഈ സ്റ്റോക്കിൻ്റെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഈ സപ്പോർട്ട് സോണുകളിൽ സ്റ്റോക്ക് എത്തുമ്പോൾ നമ്മൾക്ക് അക്കുമുലേഷനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്